കുട്ടിക്കാലവും മാത്രമാണ് എനിക്ക് ഓർത്തിട്ട് എന്ന് പറഞ്ഞാൽ അത്രത്തോളം കുരുത്തക്കേടുകൾ കാണിച്ചിട്ടുണ്ട്. കുരുത്തക്കേടുകൾ ക്ഷമിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുരുത്തക്കേടുകളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ വേറെന്താണ്, നമ്മുടെ ലൈവ് കാണുന്നവർ നമ്മൾക്ക് ലൈക്ക് തരണം, ലൈവ് ഇഷ്ടപ്പെട്ട ലൈക്ക് തരണം. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം എല്ലാവരും ഓടി നടന്ന് ജോലി ചെയ്തിട്ട് ക്ഷീണിച്ചിരിക്കുന്ന സമയമാണ്. എല്ലാവരും അവരവരുടേതായിട്ടുള്ള കാര്യത്തിൽ ജോലി അല്ലെങ്കിൽ പല കാര്യങ്ങൾ, കാരണം ഇപ്പം റിലാക്സ് ചെയ്യുന്ന ആ സമയത്ത് ലൈവ് കാണാൻ വന്നവർക്ക്, എൻ്റെ ലൈവ് കാണാൻ വന്നവർക്ക്, അല്ലെങ്കിൽ നിങ്ങളെ എനിക്ക് വേണ്ടിയിട്ട് തന്ന ഒരു സെക്കൻഡ് ആയാലും അതിനൊക്കെ ഞാൻ നന്ദി പറയുന്നു. പിന്നെ വേറെ എന്താണ്, നമ്മുടെ ലൈവിൽ ഇപ്പോൾ ആരാണോ ഉള്ളതെന്ന് ജസ്റ്റ് ഹായ് പറയൂ. ഇപ്പോൾ ഒരാളായി ലൈവിൽ ആരാണെന്ന് എനിക്കറിയില്ല. പിന്നെ ദേവത് പോയി എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അതിനെക്കുറിച്ചും സോറി പറഞ്ഞിട്ടാണ് പോയത്. പിന്നെന്താണ്, പിന്നെ റംസി ഇവിടെ ഉണ്ടോ എനിക്കറിയാൻ മേല. പിന്നെ ആരൊക്കെയാണ് ഉള്ളത് ഇപ്പം ലൈവിൽ എനിക്കറിയില്ല. എന്തായാലും നമ്മൾ കുറച്ച് നേരം കൊണ്ട് നമുക്ക് ലൈവിലിരിക്കാം. അതിനുശേഷം നമുക്ക് 11:30 വരെ നമുക്ക് ലൈവിലിരിക്കാം. അതിനുശേഷം നമുക്ക് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് പോകാം. അവിടെ ഇപ്പോഴേ പറയുന്നു അമ്മ ഫോൺ തരുമ്പോൾ എനിക്ക് വേണമെന്നൊക്കെ പറയുന്നു കേട്ടോ. ഒരാൾക്ക് TV, ഒരാൾക്ക് ഫോൺ, അവർ രണ്ടിടം മാറിയും തിരിഞ്ഞ് കണ്ടോ. അവിടെ ഇപ്പം നല്ല വഴക്ക് നടക്കുക. കാരണം 2 പേർക്കും TV വേണം, അല്ലെ 2 പേർക്കും ഫോൺ വേണം. എന്താ മക്കളെ, അച്ഛൻ വിളിച്ചായിരുന്നു. ബാ ഇവിടെ എന്തുവാടോ ഇയാൾ വന്നിരിക്കുന്നു. എന്നാ വേണ്ട, അച്ഛൻ വിളിച്ചായിരുന്നു. അച്ഛൻ അങ്ങോട്ട് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മുടെ ലൈവിൽ ആരൊക്കെയാണ്? ഞാനിപ്പം സൗര്യയോട്, എൻ്റെ മോളോട് സംസാരിച്ചതാണ്. കാരണം ഇപ്പം 2 പേരും TV-ക്ക് വേണ്ടിയിട്ട് അടി കൂടുക. കാരണം സരൺ കാണുന്നതല്ല അവൾക്കിഷ്ടം, അവൾ കാണുന്നത് അവനും ഇഷ്ടമല്ല. അപ്പം ഒരാൾ പറയുന്നു അമ്മയുടെ ഫോൺ എനിക്ക് വേണം, ഇത് നിർത്തിയൊക്കെ ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയുടെ ഫോൺ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിക്കുന്നുണ്ട്. അപ്പോൾ പതിയെ വന്നിട്ട് സൗര ചോദിച്ചു അച്ഛനെ വിളിച്ചോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് പിന്നെ എന്നോട് അമ്മ എപ്പോൾ ലൈവ് നിർത്തും, ആ ഫോണിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ലൈവിൽ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഹായ് പറയൂ. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ലൈവ്, ലൈക്ക് തരണം. അതുപോലെ തന്നെ ഇന്ന് സജി എന്ന് പറയുന്ന നമ്മുടെ ഒരു ചേട്ടനുണ്ട്. സജി ചേട്ടൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വരും. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. സജി ചേട്ടൻ ഇന്ന് വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ലൈവിൽ വരുന്ന കുറേ ആൾക്കാർ ഇന്ന് വന്നില്ല. ഒരുപക്ഷെ എൻ്റെ ബോറൻ സംസാരം കേട്ടിട്ട് ലൈവിൽ വരാത്തതായിരിക്കാം. എന്തായാലും അതിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെന്താണ്, നമ്മുടെ ലൈവിൽ ആരൊക്കെയാണെന്ന് എനിക്ക് അറിയാൻ മേല. ഓക്കെ ഓക്കെ വീണ്ടും ഓക്കെ. ഇപ്പം ലൈവിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് എനിക്കറിയാൻ മേല. ഓക്കെ, നമ്മുടെ ലൈവിൽ നിന്ന് എല്ലാവരും പോയി എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. റംസി ഉണ്ടോ അതോ ലൈവിൽ നിന്ന് പോയോ ഒന്നും എനിക്കറിയാൻ മേല. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം, ആരെങ്കിലും വരുന്നോന്ന് നോക്കാം. ഓക്കെ, ആരോ വന്നു. ആരാണെന്നൊന്ന് ഹായ് പറയുമോ? ലൈവ് ഇടയ്ക്കൊന്ന് കട്ടായിപ്പോയി. നാല് പേരുണ്ട്. നേരത്തെ ഇതേ കണക്കായിരുന്നു. ലൈവ് കട്ടായി പോയതിന് ശേഷം പിന്നെ കമൻ്റ് ഒന്നും എനിക്ക് വായിക്കാൻ പറ്റിയില്ല. കാരണം കമൻസ് ഒന്നും എനിക്ക് വരുന്നുണ്ടായിരുന്നില്ല.